ഹലോ, ഇന്നൊരു തക്കാളിക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇടുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയം നോക്കി അതിലേക്ക് ഒരു 4-3 വെളുത്തുള്ളി ചേർക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയം നോക്കി കറിവേപ്പില ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള, ഞാൻ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഒരു നുള്ളു ഉപ്പ്. ഇത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് വഴന്ന് കിട്ടുന്ന വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അടി കരിയാണ്ട് നോക്കണം. പിന്നെ കറിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സവാള എടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി, ഒരു ചെറിയ പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 2-3 തക്കാളി എടുക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് വഴന്ന് വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ, ആളനുസരണം എടുത്താൽ മതി തേങ്ങ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ചെറുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ചേർക്കേണ്ടതായിരിക്കും മഞ്ഞൾപ്പൊടിയും നമ്മുടെ പെരുംജീരകം ഉണ്ടല്ലോ, ഈ പെരുംജീരകമാണ് ചേർക്കേണ്ടത്. വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കുക. ഞാനിത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഞാൻ പറയുകയാണ്. ഇതാ ഇതുപോലെ ആക്കുക. അപ്പോൾ തന്നെ നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇത് പേസ്റ്റാക്കിയത് അതിലേക്ക് ഇടുക. ഇത് കടുകിടാണ്ട് അവസാനം നിങ്ങൾക്ക് മൂപ്പിച്ചിടാൻ മതി. ഉള്ളിയും തക്കാളിയും മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇത് ഞാൻ ഒരുമിച്ച് അങ്ങനെ ചെയ്തതാണ്. എല്ലാവരും ഒരു രീതിയിലായിരിക്കില്ല ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.